സർ, സർക്കാരിൻ്റെ ഒരു ഖജനാവ് ധൂർത്ത് നമ്മൾ ഇന്നലെ സംസാരിച്ചൊരു വിഷയമാണ്. നമ്മുടെ നമ്മളുടെ പോക്കറ്റിൽ പണം തന്നെ പോകുന്ന സർക്കാരിൻ്റെ എടുത്തിട്ട് ഇപ്പോൾ രാഹുൽ മങ്കുടത്തിൻ്റെ പുറകെ നടക്കുന്നതിൻ്റെ ചിലവാണെങ്കിലും എല്ലാം നമ്മുടെ വലിയ രീതിയിലുള്ള ധൂർത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയനെതിരെയുള്ള കേസാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെയുള്ള കേസാണെങ്കിലും എല്ലാം വാദിക്കുന്നത് ലക്ഷങ്ങൾ വിലയുള്ള അഡ്വക്കേറ്റ്സിനെ കൊണ്ടുവന്ന് വാദിക്കുന്നതെല്ലാം നമ്മളുടെ പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണം എടുത്തുകൊണ്ടാണ് ഇവർ ധൂർത്തടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് ഇപ്പം നമ്മൾ ആരും മറക്കാത്തൊരു കാര്യമാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ നിയമസഭാ താണ്ഡവം. നമ്മളത് താണ്ഡവം എന്ന് തന്നെ പറയണം അതിനെ. ആ ദൃശ്യങ്ങൾ ഒരിക്കലും ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ട്രോളുകളിൽ നിറഞ്ഞിട്ടുള്ളതും ആ വിഷ്വൽസാണ്. അപ്പോൾ അദ്ദേഹം അന്ന് കാട്ടിക്കൂട്ടിയതൊക്കെ ജനങ്ങൾ ഇപ്പോഴും മറക്കാണ്ട് നമ്മുടെ കൺമുന്നിൽ വീണ് കിടക്കുന്നതും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ആ ഡെസ്കിന് മുകളിൽ കയറി നിന്ന് ആടുന്നൊരു താണ്ഡവും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്രയും പച്ചയായിട്ട് നടന്നിട്ടുള്ളൊരു കാര്യത്തിൽ കോടതി, ബഹുമാനപ്പെട്ട കോടതിയുടെ ന്യായവിധിയിൽ പറഞ്ഞിട്ടുള്ളത് 5 ലക്ഷം രൂപ ശിവൻകുട്ടി സഖാവ് ഫൈനായിട്ട് കെട്ടണം എന്നുള്ളതായിരുന്നു കോടതിയുടെ വിധിന്യായം. അപ്പോൾ ഒരു കോടതി പറയുന്ന കാര്യം അനുസരിക്കാനുള്ള ബാധ്യത കൂടി നമ്മുടെ പൊതുപ്രവർത്തകരായാലും ജനങ്ങളായാലും ആർക്കാണെങ്കിലും ഉള്ളൊരു കാര്യമാണ്. വിദ്യാഭ്യാസ മന്ത്രിയാണ്, മാതൃകയാവേണ്ട ആൾക്ക് 5 ലക്ഷം രൂപ കോടതി വിധി പറയുന്നു. പക്ഷേ ആ വിധി അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, അതിനെതിരെ അപ്പീൽ കൊടുത്ത് വാദം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതും സർക്കാർ ചെലവിൽ നമ്മുടെ സർക്കാർ തന്നെ വാദം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാളുകളായി ആ വാദം തുടങ്ങിയിട്ട്. ഇപ്പോൾ വരെയുള്ള കണക്കെടുത്തു കഴിഞ്ഞാൽ ഈ 5 ലക്ഷം രൂപ കെട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വരെ കേസ് നടത്തിയതിൻ്റെ ചിലവ്, പുറമേ വന്നിരിക്കുന്ന ചിലവ് 16 ലക്ഷം രൂപയാണ് നമ്മുടെ പൊതുജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് എടുത്തിട്ട്. അപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന വിവരാവകാശ നിയമപ്രകാരമുള്ള ചിലവ് പുറത്ത് വന്നത് 16 ലക്ഷം. അപ്പോൾ അതിൻ്റെ പിന്നിൽ എത്രയോ കാശ് മറിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ 5 ലക്ഷം രൂപ വിധി പറഞ്ഞിരിക്കുന്ന ഫൈനിന് പകരം 16 ലക്ഷം രൂപ ജനങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് എല്ലാവരും കണ്ടൊരു വിഷ്വല്, ആ നടത്തിയ അക്രമത്തിന് വേണ്ടിയിട്ട് പിണറായി വിജയൻ ഇങ്ങനെ ധൂർത്തടിക്കുന്നത് നമ്മളുടെ പണമാണ് സർ. ഇപ്പോൾ ശിവൻകുട്ടിയുടെ കാര്യത്തിന് അല്ല, ശിവൻകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ഖജനാവിൽ നിന്ന് കാശ് മുടക്കി എന്ന് പറയുന്നതിനേക്കാൾ രസകരമായ കാര്യം, ശിവൻകുട്ടിയുടെ ആക്ട് ഉണ്ടല്ലോ നിയമസഭയിൽ, വാക്കൗട്ട് നടത്തുകയോ മുദ്രാവാക്യം വിളിക്കുകയൊന്നും അല്ല ശിവൻകുട്ടി ചെയ്തത്. ഒരു സെമി നഗ്നതാ പ്രദർശനം എന്ന് പറയത്തക്ക രീതിയിൽ ഡെസ്കിൻ്റെ മുകളിൽ കയറുന്ന നടത്തുകയാണ് ചെയ്തത്. അപ്പോഴത്തേക്ക് EP ജയരാജൻ പഴയ കമ്പ്യൂട്ടർ സമരത്തിൻ്റെ ഓർമ്മയെല്ലാം കൂടെ തകട്ടി വന്ന് കമ്പ്യൂട്ടറുകളെല്ലാം, സഭയിലെ കമ്പ്യൂട്ടറുകളെല്ലാം എടുത്ത് താഴോട്ടിടുന്നു. അങ്ങനെ പല കലാപരിപാടികൾ അന്ന് കരങ്ങേറി. ഇവിടെ ശിവൻകുട്ടി ഇത് ചെയ്യുന്നതിന് മുമ്പ് ഒറ്റ അനുഭവം നിയമസഭയിൽ ഇങ്ങനെ ഉണ്ടാവുകയുള്ളൂ. PBR പിള്ള എന്ന് പറഞ്ഞ MLA ഉണ്ടായിരുന്നു, ഏറ്റുമാനൂർ എന്നുള്ള MLA, സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ SSPയുടെ MLA ആയിരുന്നു. ഇതുപോലെ തന്നെ നിയമസഭയിൽ പ്രശ്നം ഉണ്ടായപ്പം ഇദ്ദേഹം ജവിളി പൊക്കി കാണിച്ചു എന്നാണ് പറയുക. സത്യമാണ്, നടന്ന സംഭവമാണ്. ശിവൻകുട്ടി മുകളിൽ നിന്നായി ഇതെങ്കിൽ ഇദ്ദേഹം താഴെ നിന്ന് ഈ കലാപരിപാടി കാണിച്ചു. ഈ രണ്ട് സംഭവങ്ങളാണ് ഇത്രയും എത്രമാത്രം MLA മാർ താഴാൻ പറ്റും. അല്ലെ, MM മണി കാണിച്ച പുറത്ത് മൈതാനത്താണ് കാണിച്ചിരിക്കുന്നത്, ആക്ഷൻ കാണിച്ചിരിക്കുന്നത്. ഇത് എന്തുമാത്രം ഏത് ലെവലിൽ നമ്മുടെ ഒരു MLAയുടെ സ്റ്റാൻഡേർഡ് താഴാം. രാഹുൽ മങ്കുട്ടൊക്കെ വളരെ അഭിമാനിക്കണം ഇയാളെ ഓർക്കുമ്പോൾ. ഇത് ഏത് ലെവൽ വരെ താഴാം എന്ന് കൃത്യമായിട്ട് എല്ലാവരുടെയും മുമ്പ് കാണിച്ചു തരികയാണ് ചെയ്തത്. ലോകം മുഴുവൻ കണ്ടു, കാണേണ്ടവർ മുഴുവൻ കണ്ടു. കോടതിയിൽ ഇത് കേസ് എത്തിക്കഴിഞ്ഞപ്പോൾ പിൻവലിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായ സമയത്ത് ഈ കേസ് കോൺഗ്രസ് നേതാക്കന്മാർ വലിയ ആക്റ്റീവായിട്ട് എടുത്തില്ല ഈ കണ്ടസ്റ്റ് ചെയ്യാനായിട്ട്. ലാസ്റ്റ് രമേശ് ചെന്നിത്തല ഇടപെട്ടു. അതുവരെ കേസ് പിൻവലിച്ച് പോകുന്ന അവസ്ഥയിൽ ഇത് വരാൻ കാരണം ഇതുപോലെ തന്നെ ഒരു RTI ആക്ടിവിസ്റ്റ് പീറ്റർ എന്ന് പറഞ്ഞ RTI ആക്ടിവിസ്റ്റ് കോടതിയിൽ ഡയറക്റ്റ് പോയെന്ന് കേസ് എഴുതി തള്ളരുത്, ഈ കേസ് വിഡ്രോ ചെയ്യരുത്, ഈ ഷുഡ് ബി പ്രൊസീഡഡ് എന്ന് പറഞ്ഞ് സ്ട്രോങ് ആയിട്ട് വാദിച്ച് ഇതാണ് നടക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കായിരുന്നു, പക്ഷേ കാൻഡിഡേറ്റ് ആയതുകൊണ്ട് നമുക്കിപ്പോൾ കിട്ടിയില്ല. ഈ പീറ്റർ എന്ന് പറഞ്ഞ ആളല്ലേ. അപ്പോൾ ഈ കേസിൻ്റെ വിവരങ്ങൾ ഇങ്ങനെയാണ് പോകുന്നത്. ഓരോ സ്റ്റേജിലും സർക്കാർ ഈ കേസ് വിഡ്രോ ചെയ്യാനായിട്ട് മാക്സിമം നോക്കി, പക്ഷേ നടന്നില്ല. ഈ മനുഷ്യനും കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് കേസ് നടത്താൻ പറ്റുകയല്ലോ. ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നൊരവസ്ഥയിൽ രമേശ് ചെന്നിത്തല അത് ഏറ്റെടുത്തു എന്നാണ് ഇപ്പോഴത്തെ എൻ്റെ ലേറ്റസ്റ്റ് അറിവ്. അപ്പോൾ ഇതിൽ നാളെ ഏതെങ്കിലും ഒരു കോംപ്രമൈസ് പാക്കേജ് രമേശ് ചെന്നിത്തലയും പിണറായി ആയിട്ടോ സതീശനും പിണറായി ആയിട്ടോ സംസാരിക്കും. ഇവർ തമ്മിൽ ആദ്യത്തെ പാക്കേജിൽ പറയാൻ പോകുന്നത് ഈ കേസ് വിഡ്രോ ചെയ്യണമെന്നാണ്. കാരണം ഇത് നിഷേധിക്കാൻ പറ്റിയില്ല, നിഷേധിക്കാൻ പറ്റാത്തൊരു തെളിവാണ്. എല്ലാവരും എത്രയോ പേരുടെ കൺമുമ്പിൽ ഈ മനുഷ്യൻ കാണിക്കുന്ന കോപ്രായം കാണുന്നുണ്ട്. ആ കൂട്ടത്തിൽ EP ജയരാജൻ കൂടെ പെട്ടു പോകേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ. ആ നഷ്ടം കൂടെ ഇയാളിൽ നിന്ന് മാത്രം ഈടാക്കിയാൽ പോരാ, അത് കേസ് ശരിക്കും കോൺഗ്രസ് നടത്തിയിരുന്നെങ്കിൽ EP ജയരാജൻ ആ കേസിൽ പെടുമായിരുന്നു. കമ്പ്യൂട്ടറുകളൊക്കെ വലിച്ചൂരി എത്ര പേര് പിന്നെ AC മൊയ്തീനുണ്ടെന്ന് തോന്നുന്നു ആ കൂട്ടത്തിൽ. കുറച്ച് AC മൊയ്തീനുണ്ട്. എൻ്റെ ഓർമ്മ അത്ര ശരിയാണെന്നറിയില്ല, എന്നാലും അന്ന് കണ്ടതാണിത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാർട്ടിയായിട്ട് നേരിടണമെങ്കിൽ
ശിവൻകുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ എൻ്റെ മറുവശത്ത് നിന്ന് എതിർപ്പുണ്ടാകാത്ത. അതുകൊണ്ടാണ് സതീശൻ സോഫ്റ്റ് മൃദു ഹിന്ദുത്വം എന്നൊക്കെ പറഞ്ഞാൽ സോഫ്റ്റ് പിണറായിസം സതീശനുണ്ടോ എന്നൊരു സംശയമുണ്ട്. ചിലർക്കെങ്കിലും സംശയമുണ്ട്. അത് ഷാജഹാനെ പോലുള്ള മാധ്യമ നിരീക്ഷകർ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. അതെന്തുകൊണ്ടെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ സതീശന് ഇയാളെ എത്ര നാൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തിനു വേണ്ടി ചെയ്യുന്നു, ഇത്തരം ചോദ്യങ്ങളിലൂടെ ഇതിലേക്ക് കടന്നു വരും. സതീശന് കുറേ കൂടി ആക്റ്റീവാകേണ്ടി വരും. ഇപ്പം നമ്മൾ കഴിഞ്ഞ ചർച്ച ഞങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. ചെയ്യാൻ പറ്റുമായിരുന്ന ചെയ്യാത്ത കാര്യങ്ങൾ, സതീശൻ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ, ചെയ്യാത്ത കാര്യങ്ങൾ. അപ്പോൾ ഈ വിഷയങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നത്. പിന്നെ കാശിൻ്റെ കാര്യം പറഞ്ഞു. ഈ 5 ലക്ഷം നിസ്സാരമല്ലേ? എന്തിനാ അതിനെപ്പറ്റി വിഷമിക്കുന്നു? ചെയ്ത കാര്യം കൂടിയാണ്, ഉള്ള കാര്യം 5 ലക്ഷം കോടതി 5 ലക്ഷം ഇട്ടാൽ പോരായിരുന്നു. ഇയാളെ ഡിസ്ക്വാളിഫൈ ചെയ്യണമായിരുന്നു. അയക്ക് കൊടുക്കാമായിരുന്നു. ഏറ്റവും വലിയ ശിക്ഷ മോണിറ്ററി പണിഷ്മെൻറ്റിനേക്കാൾ കൂടുതൽ ജയിലിലേക്ക് വിടുന്നതിനേക്കാൾ നല്ലത് മേലാൽ ഈ പണിക്ക് മത്സരിക്കാനായിട്ട് നിയമസഭാ സാമാജികനാകെ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ഈ മനുഷ്യൻ കാണാൻ പാടില്ല എന്നായിരുന്നു കോടതി പറയേണ്ടത്. ഡിബാർ ചെയ്യണം. എത്ര പേരെ ഡിബാർ ചെയ്തിട്ടുണ്ട്? ഉത്തരേന്ത്യയിലൊക്കെ ഇഷ്ടംപോലെ MLA മാരെ MP മാരെയൊക്കെ ഡിബാർ ചെയ്തിട്ടുണ്ട്. എവിടെയാണ് കുറ്റകൃത്യം കമ്മിറ്റ് ചെയ്തത്? ഒരു ചന്തയിൽ പോയി അടിയുണ്ടാക്കല്ലേ ഇത്? വീട്ടിലടിയുണ്ട ഭാര്യക്കിട്ടുണ്ട് അടി കൊടുക്കല്ലേ ഇത്? മറിച്ച് എല്ലാവരും പരിഭാവനതയോടെ കാണുന്ന നിയമസഭാ മന്ദിരത്തിലാണ് ഈ ആഭാസ പ്രകടനം, ആ പ്രകടനത്തിന് ആഭാസ പ്രകടനങ്ങളെ പറയാൻ പറ്റുള്ളൂ, ആഭാസ പ്രകടനങ്ങൾ നടന്നത്. ആ അവസ്ഥ എത്ര നാൾ കേരളം സഹിക്കും? ആരും ഇതുവരെ എന്തെങ്കിലും പ്രതിഷേധം ഉണ്ടായിട്ടുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ആളി കത്തിക്കാവുന്ന വിഷയമായിരുന്നു. കിഴക്കോട്ട് നിയമമണ്ഡലം മുഴുവൻ കത്തിക്കായിരുന്നു അല്ലേ? ഈ ഒറ്റ പ്രശ്നം കൊണ്ട് പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാക്കായിരുന്നു. അതിന് പകരം ഇവരുടെയൊക്കെ കോലം കെട്ടിന് കുറേ പേരെങ്കിലും കോൺഗ്രസിൽ നിന്ന് താളം തുള്ളാൻ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും ഇത്തരം ആൾക്കാർ വരുന്നത്. MM മണി പോയി കഴിഞ്ഞപ്പോഴേക്കും ആരോഗ്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. പോയി കഴിഞ്ഞപ്പോൾ ഇത്തരം ശല്യങ്ങൾ കുറഞ്ഞു എന്ന് വിചാരിച്ചു. അപ്പോഴും ശിവൻകുട്ടി പോലുള്ളവരുണ്ട്. അതിലും അത്ഭുതകരം, കേരളത്തിലെ ആക്ടിങ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന 2 മന്ത്രിമാർ, ഒന്ന് ശിവൻകുട്ടിയാണ്, രണ്ടാമത്തെ ആൾ ഗണേഷ് കുമാറാണ്. ബാക്കിയുള്ളവരെ വീണ ജോർജിൻ്റെ പിന്നെ റേറ്റിംഗ് ഏറ്റവും മോശമാണ്. അപ്പോൾ ആ സ്ഥാനത്താണ് ശിവൻകുട്ടി നിൽക്കുന്നത്. തിരുവനന്തപുരത്തിൻ്റെ പശ്ചാത്തലം, പാരമ്പര്യം ഇയാളെ തള്ളിക്കളയാൻ. ആരുടെ മരുമകനാണെന്നറിയാമോ? അറിയാമോ? ശിവൻകുട്ടി എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയിലുണ്ടായിരുന്നതിൽ ഏറ്റവും സൈദ്ധാന്തികത്തെ P. ഗോവിന്ദപിള്ളയുടെ മകളെയാണ് ഈ മനുഷ്യൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കാലത്ത് ശിവൻകുട്ടിക്ക് ബോധം ഉണ്ടായിരുന്നെന്നും സംസ്കാര സമ്പന്നായിരുന്നെന്നും ഏറെക്കുറെ നമുക്ക് ഊഹിക്കാം. പിന്നീടാണ് ഈ മാറ്റം വന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലീഡർഷിപ്പിൻ്റെ ഹെയറാർക്കിയോട് അടുത്ത് കഴിഞ്ഞപ്പം തന്നെ സ്വരൂപം കാണിക്കാൻ തുടങ്ങി. പാർട്ടിക്ക് പിണറായി വിജയനൊക്കെ ഒത്തുചേരേണ്ട സ്വഭാവം കാണിക്കാൻ തുടങ്ങിയാണ് ശിവൻകുട്ടിക്ക് പറ്റിയ കുഴപ്പം. ഇത് എത്ര രീതിയിൽ ഏതെല്ലാം ഇനി ഇത് വരാനിരിക്കുന്നത്. ഇപ്പോൾ ആർഷോ പെരുമാറുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ആർഷോയുടെ ശിവൻകുട്ടി SFI നേതാവായിരുന്നു. ആർഷോ പെരുമാറുന്നത് എങ്ങനെയാണ്? ശിവൻകുട്ടിയുടെ പാരമ്പര്യമല്ല ഒരു മുമ്പിൽ കാണുന്നത്. പിന്നെ ആർഷോയെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. ഇത്തരം കാര്യങ്ങളെ കണ്ടുപിടിക്കുന്നത് ശിവൻകുട്ടി കണ്ടുപിടിച്ച MM മണി എന്നായിരിക്കും. MM മണി കണ്ടുപിടിച്ച പിണറായി വിജയൻ തന്നെയായിരിക്കും, അല്ല എന്നോടൊപ്പമായിരിക്കും പഠിച്ചിരിക്കുന്നത്. ഇത് അച്യുതാനന്ദനെയൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് ഇവർ ശ്രമിച്ചത് കണ്ടതല്ലേ, ഓരോ TV രാജേഷൊക്കെ. അപ്പോൾ ആ പാരമ്പര്യം ഇവിടെ നിയമസഭയിൽ കാണിച്ചതിലാണ്. വേറെ വീട്ടിൽ കാണിച്ച കുഴപ്പമില്ലായിരുന്നു, AKG സെൻറ്ററിൽ കാണിച്ച കുഴപ്പമില്ലായിരുന്നു, ജില്ലാ കമ്മിറ്റികളിൽ കാണിച്ച കുഴപ്പമില്ലായിരുന്നു, അല്ലെ പരിശോധിക്കാനായിട്ട് നമ്മുടെ എറണാകുളം ജില്ലാ കമ്മിറ്റി വെച്ച പോലെ ക്യാമറ വെച്ച് വല്ലതും കിട്ടുമെന്ന് നോക്കായിരുന്നു. എന്തെല്ലാം മാർഗമുണ്ട്. അല്ല, നിയമസഭയിൽ നിന്ന് സാധാരണ ഇപ്പോൾ പ്രതിപക്ഷം വാക്കൗട്ട് നടത്തുമ്പോൾ പോലും ഇതേ ശിവൻകുട്ടി പറയുന്നത് നിയമസഭയെ അവമാനിച്ചു, അവഹേളിച്ചു. അതെ, അപ്പം അങ്ങനെ അത്രയും പരിഭാവനമായിട്ട് കാണേണ്ട ഒരു സ്ഥലമാണെന്ന് ശിവൻകുട്ടി സഖാവിൻ്റെ വായിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതേ ആൾ തന്നെയാണ് ഇത്രയും ഒരു താണ്ഡവം അതിനകത്ത് കാണിച്ചു കൂട്ടിയത്. അല്ല, എന്നാൽ പോട്ടെ, ഇപ്പോഴേക്ക് പറയാം, എനിക്ക് തെറ്റുപറ്റി. അന്നത്തെ എൻ്റെ ജഡ്ജിമെൻറ്റ്, അന്നത്തെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടല്ലേ, എനിക്ക് പ്രഷർ കൂടി, ഞാൻ അതുകൊണ്ടാണ് തളർന്നു വീണത്. ആ പ്രഷർ കൂടിയോണ്ട് മാത്രമേ എനിക്കുണ്ടായ സഡൻ പ്രൊവോക്കേഷനിൽ ഞാൻ ചെയ്തതാണ് എന്നൊരു വാചകം പറയാൻ തീരാനുള്ള പ്രശ്നമേ ഉള്ളൂ. വേറെ ആർക്കും വേണ്ട. സ്പീക്കർ പറഞ്ഞാൽ മതി എൻ്റെ അടുത്ത് ശിവൻകുട്ടി മാപ്പ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇത് കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടെ നടക്കും. അതിന് പകരം വാശി പിടിച്ച് പിന്നെയും സർക്കാർ ചിലവിൽ കാശ് മുടക്കി പോകണമെന്നുള്ളതോ, ഈ 16 ലക്ഷം കൂടെ തിരിച്ച് മേടിക്കാം. വേറെ ആരെങ്കിലും കേസ് സതീശൻ എടുക്കാനാണ് പറഞ്ഞത്, ഈ 16 ലക്ഷം കൂടെ തിരിച്ച് വെപ്പിക്കും. സർക്കാരിന് വേണ്ടി അല്ലാതെ ന്യായമായ PP ദിവ്യക്കൊക്കെ വേണ്ടി അപ്പീലിന് പോയ കേസുകൾ, CBIക്കെതിരായിട്ട് അത്തരം കേസുകളിൽ മുടക്കിയ കാശുകൾ തിരിച്ച് കൊടുക്കാൻ ഈ പിണറായി വിജയൻ ഗവൺമെൻറ്റിനെ ബാധ്യസ്ഥനാക്കിയെങ്കിൽ മാത്രമേ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇനിയുള്ള ഗവൺമെൻറ്റുകൾക്ക് ഉണ്ടാവുകയുള്ളൂ.